എനിക്ക് തോന്നുന്നു ഒരു വല ഡാമേജ് ആയതിന് ഇന്ത്യൻ മണി 1.5 കോടി രൂപയുടെ ഫൈനാണ് അടിച്ചത്. 1.5 കോടി രൂപ ഫൈൻ അടിച്ചിട്ട് പോയി. കണ്ടെയ്നർ കപ്പലിൽ തീ പിടിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്, സാധ്യതകൾ ഒരുപാടുണ്ട്. ഒന്ന് ഗുഡ്സ്, 1 കോടി രൂപയുടെ ഇന്ധനം വേണം ആഡംബര കപ്പൽ ഓടാൻ. അപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ചിന്തിച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, ഏകദേശം 2000 ക്രൂ ആയിരിക്കും അതിലുള്ളത്. ഞങ്ങൾ ഇന്ത്യയിൽ നിന്നും ലോഡ് കയറ്റി അമേരിക്കയിലേക്ക് യാത്ര ചെയ്യാം. ലോഡ് കയറ്റി ഒരു 7 ദിവസം കഴിഞ്ഞപ്പം കപ്പലിൻ്റെ ഏറ്റവും സൈഡിൽ വെച്ചിരുന്ന കണ്ടെയ്നർ ക്രാക്കായി. കപ്പലിൻ്റെ ക്രൂവിനും കണ്ടെയ്നറിനുള്ളിൽ എന്തെന്ന് അറിയാൻ പറ്റില്ല എന്നാ, പക്ഷെ അറിയാൻ പറ്റും. എറണാകുളത്താണ്, ഒപ്പമുള്ളത് ഒരു പത്തനംതിട്ടക്കാരനും. സംസാരിക്കുന്നത് ഏറെ പേർക്ക് അപരിചിതമായ എന്നാൽ ഒരുപാട് പേർക്ക് താല്പര്യമുള്ളതുമായ കടൽ യാത്രകളെ പറ്റിയാണ്. ഒരു കടൽ സഞ്ചാരി, കടൽ ജീവി എന്നറിയപ്പെടുന്ന വിഷ്ണു. അപ്പോൾ വിഷ്ണു, എനിക്കിനി എനിക്കും അറിയാത്ത കുറേ കാര്യങ്ങളാണ്. ഒന്ന്, കപ്പലിനൊരു ചാലുണ്ട്, റൂട്ടുണ്ട് അല്ലേ? അടുത്തത് കപ്പലിൻ്റെ ഫ്യൂവൽ, ഇന്ധനം, ഈ 2 കാര്യങ്ങൾ. മൂന്നാമത്, ഇതിനകത്തുണ്ടാകുന്ന ചില അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ ഈ റീസെൻ്റ്ലി തന്നെ കഴിഞ്ഞ വർഷം നമ്മുടെ കേരളത്തിന് തീരത്ത് തന്നെ 2 കപ്പലുകൾക്ക് അപകടം ഉണ്ടായി അല്ലേ? ഇത് ആദ്യം നമുക്ക് ഈ റൂട്ടിനെ പറ്റി പറഞ്ഞാലോ. നമുക്ക് കപ്പൽ പോകാൻ വേണ്ടിയിട്ടൊരു റൂട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. അത് നമ്മൾ കപ്പൽ ഏത് രാജ്യത്തിൻ്റെ കരയോടെ അടുത്തോടാണോ പാസ് ചെയ്ത് പോകുന്നത്, അതുവഴി നമുക്കൊരു കപ്പൽ ചാല് തന്നെ ഉണ്ട്. ഈ കപ്പൽ ചാലിനുള്ളിലേക്ക് ഫിഷിംഗ് ബോട്ടുകൾ കയറി വരരുതെന്നൊരു നിയമമുണ്ട്. ഈ കപ്പൽ ചാലിനുള്ളിൽ വലയിടരുത് എന്ന് നിയമമുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇന്ത്യയിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കാം, പക്ഷേ ചൈന പോലുള്ള രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചാലുന്നില്ല. വലയിട്ട് നെറ്റിട്ട് പെരുകി കിടക്കാണ് ഈ ഫിഷിംഗ് ബോട്ടുകൾ. ഇത്രയും വലിയ കപ്പലിനെ ഓൾട്ടർ ചെയ്ത് ഇതിൻ്റെ നെറ്റിൽ കയറാതെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ റിസ്ക്കിയാണത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു കപ്പലിൽ ഇതേപോലെ ചാനലിൽ കൂടെ പോകുമ്പം മൊത്തം ഫിഷിംഗ് ബോട്ടാണ്, നമുക്ക് ഓൾട്ടർ ചെയ്യാൻ സ്ഥലമില്ല. പക്ഷേ കപ്പലിൻ്റെ പ്രൊപ്പല്ലറിൽ ഇവരുടെ ഫിഷിംഗ് ബോട്ടിൻ്റെ വല കുടുങ്ങി. സോ ചൈനയാണ്, ഇന്ത്യ പോലല്ല, ഭയങ്കര സ്ട്രിക്റ്റ് ആൻഡ് റൂളാണ് അവർ. കപ്പൽ നേരെ പോർട്ടിൽ എത്തുമ്പോൾ തന്നെ പിയാൻ്റെ ഈ ഇൻഷുറൻസുകാർ കപ്പലിലേക്ക് എത്തി, കുറച്ച് കേസും കാര്യങ്ങളൊക്കെ ആയി. എനിക്ക് തോന്നുന്നു ഒരു വല ഡാമേജ് ആയതിന് ഇന്ത്യൻ മണി 1.5 കോടി രൂപയുടെ ഫൈനാണ് അടിച്ചത്. 1.5 കോടി രൂപ ഫൈൻ അടിച്ചിട്ട് പോയി. അത് നമുക്ക് കപ്പൽ ഇൻഷുർ ചെയ്ത്, അതിനെപ്പറ്റി എനിക്കറിയില്ലെങ്കിലും അവരാണ് ആ പൈസ പേ ചെയ്യുന്നത്. പക്ഷേ ആ ഒരു നെറ്റിൽ നമ്മൾ കപ്പൽ കയറി എന്നുള്ള കാരണത്താൽ 1.5 കോടി രൂപയോളം ഫൈൻ അടിച്ചിട്ടുണ്ട്. കപ്പൽ നമ്മൾ ഇതുവഴി പോകും. ചൈനയിൽ കൂടെ കപ്പലിൽ പോയിട്ടുള്ളവർക്ക് ഇത് പറയുമ്പോൾ മനസ്സിലാവും, ബാക്കിയുള്ളവർക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുള്ളായിരിക്കില്ല. ഒരു വലിയ കപ്പലിന് പോകാൻ ഒരു ചെറിയ സ്ഥലമുണ്ട്, ആ സ്ഥലം പോലും ബാക്കിയില്ലാത്ത രീതിയിൽ നെറ്റിട്ട് നിരന്ന് കിടക്കുക. അപ്പം നമ്മൾ എന്താ പറയുക, ഇങ്ങനെ ഒരു പോകുന്നൊരു സെറ്റപ്പ് ഉണ്ടല്ലോ, ചില സമയത്ത് കണ്ടു കഴിഞ്ഞാൽ ഇത് ഇതുവഴി പോകണം, ഇത് വലയിട്ട് കിടക്കുവാണെങ്കിൽ ഓക്കെ, ചിലത് റണ്ണിങ്ങിലായിരിക്കും. അപ്പം നമ്മൾ അവരൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുന്നുണ്ടാവാം, പക്ഷേ അവർക്ക് അതിനുള്ള സംവിധാനങ്ങൾ പോലും ഇല്ല. ഈവൻ GPS പോലും ഇല്ലാത്ത ഫിഷിംഗ് ബോട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യും? കപ്പലിൽ നിന്ന് അലയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അവരല്ല സൂക്ഷിക്കേണ്ടത്, നമ്മുടെ ജീവൻ വേണമെങ്കിൽ ഇത്രയും വലിയ കപ്പലിൽ പോകുന്ന നമുക്ക് നമ്മുടെ ജീവൻ നമ്മൾ ജയിലിൽ പോകാതിരിക്കണമെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. അവരെ നമ്മൾ പേടിച്ച് നമ്മൾ ഓൾട്ടർ ചെയ്ത് നമ്മുടെ സേഫ് സോണിൽ കൂടെ നമ്മൾ കപ്പൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓക്കെ. കേരളത്തിലെ ഇന്ത്യയിലെ കേസിൽ അതിൽ വ്യത്യാസമുണ്ട്. അല്ല, എല്ലായിടത്തും സെയിം തന്നെയാണ്. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഈ ഫിഷിംഗ് ബോട്ട് ചൈനയെ അപേക്ഷിച്ച് ഒരുപാട് കുറവാണ്. കുറച്ചൊക്കെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ പാലിക്കുന്നുണ്ട്. ചൈനയെ പോലല്ല. ചൈനയുടെ വേറെ പ്രശ്നം വെച്ചാൽ അവർക്ക് ആർക്കും ഇംഗ്ലീഷ് അറിയില്ല. അപ്പം നമ്മുടെ ഇവിടെ ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ VHFലൂടെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ അവർക്ക് റിപ്ലൈ കൊടുക്കും, നമുക്ക് റിപ്ലൈ തരും. ഇംഗ്ലീഷ് സംസാരിച്ചാലും അറ്റ്ലീസ്റ്റ് അവർക്ക് മനസ്സിലായി, അവർ വേണമെങ്കിൽ മൂവ് ചെയ്യും. പക്ഷെ ചൈനയെ സംബന്ധിച്ച് ഇംഗ്ലീഷിൻ്റെ ഒരു അക്ഷരം പോലും അവർക്കറിയില്ല, നമുക്ക് ചൈനീസും അറിയില്ല. സോ നമ്മൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല, നമ്മൾ അവരെ വിളിക്കുന്ന പോലും അവർക്ക് മനസ്സിലാവില്ല. ഈവൻ വിളിച്ചാൽ തന്നെ ചൈനീസ് പറയുന്ന ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവില്ല. സോ നമുക്ക് അവിടെ ഒരു ഇല്ല. അത്രയും വലിയ കപ്പലിന്, ബ്രേക്ക് ഇല്ലാത്ത കപ്പലിനെ നമ്മൾ സേഫ് നാവിഗേഷൻ ചെയ്ത് നമ്മൾ കൊണ്ടുപോകാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു പോകണം, ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഞങ്ങളുടെ വല കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈൻ അടിക്കുമെന്ന് പറഞ്ഞാൽ സംശയമില്ല. കാരണം ചൈനയിലെ റൂൾസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഈ ഒരു കാര്യത്തിൽ. ഒരു രാജ്യത്തിന്റെ സമുദ്ര അതിർത്തി കടന്ന് അടുത്ത രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് കടക്കുന്നതിന് നമുക്ക് ബിയോണ്ട് ആയിട്ടുള്ള നമ്മുടെ എക്സ്പെക്ടേഷൻ പുറത്താണ്. അതെങ്ങനെയാണ് സംഭവിക്കാറ്? അത് ഇതിനകത്ത് സിസ്റ്റം
ഇല്ല, ഞാൻ കപ്പലിനെ സംബന്ധിച്ചിടത്തോളം കപ്പൽ ഒരു രാജ്യത്തിന്റെ അതിർത്തി ബോർഡർ ഇങ്ങനൊന്നും അല്ല. അത് അവിടെ സംഭവിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ മീൻ പിടിക്കുന്ന ഫിഷിംഗ് ബോട്ടുകൾ പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് കടക്കാൻ പാടില്ല, അല്ലെ മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് കടക്കാൻ പാടില്ല. അവിടെ കോസ്റ്റ് ഗാർഡിന്റെ ചെക്കിംഗ് ഉണ്ടാവും. ഒരു കപ്പലിനെ സംബന്ധിച്ച് അങ്ങനൊന്നുമില്ല. കപ്പൽ ചാനൽ വേൾഡ് വൈഡ് നമുക്ക് ഒരു കൺട്രിയുടെ ബോർഡർ ക്രോസ് ചെയ്യുന്നു, അതുമായിട്ടൊന്നും കപ്പലിനെ സംബന്ധിച്ചത് ബന്ധം. ഈ റൂട്ടിൽ കൂടെ പോയിക്കൊണ്ടേയിരിക്കാം. നമ്മുടെ റൂട്ട് ഏതാണോ നമ്മൾ ആ റൂട്ടിൽ കൂടെ പോവാ. നമ്മളൊരു റൂട്ട് വരച്ച ആ റൂട്ടിൽ കൂടെ പോവാന്ന് മാത്രമേ. അതിന്റെ തടസ്സം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പൽ റൂട്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ കപ്പലിന്റെ പോകുന്ന ആ സ്ഥലത്തിന്റെ അടിത്തട്ട്, അതിന്റെ ആഴം, ഡേഞ്ചർ ആയിട്ടുള്ള അത് നമ്മുടെ ചാർട്ടിൽ വേൾഡിൽ എവിടൊക്കെ ഡേഞ്ചർ സോൺ ഉണ്ടോ അതെല്ലാം നമുക്ക് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ഇന്ന സ്ഥലങ്ങളിൽ പിന്നെ പാറയായിരിക്കും, ഇന്ന സ്ഥലങ്ങളിൽ ഡേഞ്ചർ ആയിരിക്കും, ഇന്ന സ്ഥലങ്ങളിലൂടെ കപ്പൽ പോകാൻ പാടില്ല, ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ടാണ് സേഫായിട്ടുള്ള ഒരു ഡെപ്ത് നോക്കിയിട്ടാണ് നമ്മൾ ഇതിലൂടെ ഇത് ചെയ്യുന്നത്. ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഫ്യൂവൽ നമ്മൾ ടൺ കണക്കിന് കപ്പൽ യൂസ് ചെയ്യുന്ന HFO, ഹെവി ഫ്യൂൽ ഓയിൽ, ലൂബ് ഓയിൽ ഒക്കെ യൂസ് ചെയ്യും. പിന്നെ അതുപോലെ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ടൺ കണക്കിന് ടൺ ഇന്ധനമാണ് കപ്പലിലേക്ക് നിറയ്ക്കുന്നത്. സോ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. ടൺ കണക്കിന് ടൺ, അതായത് ചിലപ്പോൾ 1000 ടണ്ണ് സാധനമായിരിക്കും കപ്പലിലേക്ക് നിറയ്ക്കുന്നത്. നമ്മൾ പമ്പിൽ പോയി നിറയ്ക്കുന്ന പോലെ 1000-1500 ടൺ അല്ലെങ്കിൽ ഇത്രയും ടണ്ണ് സാധനം നമ്മൾ കപ്പലിലേക്ക് നിറയ്ക്കുമ്പോൾ അതിൻ്റെ കണക്ക് വെച്ചിട്ട് ഫ്യൂൽ റേറ്റ് വെച്ച് നമ്മൾ കണക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ 5, 6, 7, 8, 10 കോടിയുടെ സാധനമാണ് അറ്റ് എ ടൈം നമ്മൾ കപ്പലിലേക്ക് നിറയ്ക്കുന്നത്. കപ്പലിന് ഇന്ധന ടാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ 2 റൂം ഉണ്ടാവും. അത്രയും വലിയൊരു ടാങ്കിലാണ് ഈ സാധനം നമ്മൾ നിറയ്ക്കുന്നത്. ഡീസൽ നിറയ്ക്കുന്നത്, ഹെവി ഫ്യൂൽ ഓയിൽ നിറയ്ക്കുന്നത്, ലൂബ് ഓയിൽ നിറയ്ക്കുന്നത്, ഈ സാധനങ്ങളെല്ലാം നമ്മൾ നിറയ്ക്കുന്നത് ബങ്കറിങ് ഓപ്പറേഷൻ എന്ന് പറയും. ചെറിയ കപ്പൽ കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ ട്രക്കിൽ കൊണ്ടുവന്നിട്ടോ നമ്മുടെ കപ്പലിലേക്ക് അത് നിറയ്ക്കും. അപ്പൊ അതിന്റെ കണക്കെടുക്കുമ്പോഴാണ് ഈ കോടികൾക്കപ്പുറം വരുന്നത്. അത് ഞാൻ പറയുന്നത്, ഇപ്പൊ വലിയ കപ്പലാണ് ചിലപ്പോൾ ഒരു ദിവസം ഓടണമെങ്കിൽ 20-25 ലക്ഷം രൂപയുടെ ഇന്ധനം വേണം. ആഡംബര കപ്പൽ ഒരു ദിവസം റൺ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ 1 കോടിയുടെ ഇന്ധനം വേണം. 1 കോടി രൂപയുടെ ഇന്ധനം വേണം ആഡംബര കപ്പൽ ഓടാൻ. അപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ചിന്തിച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, ഏകദേശം 2000 ക്രൂ ആയിരിക്കും അതിലുള്ളത്. അത്രത്തോളം ക്യാബിൻസുകൾ, ഇലക്ട്രിക്കൽ ഫ്യൂൽ കത്തിക്കൊണ്ടിരിക്കുകയല്ലേ. കപ്പൽ ഓടുന്ന മാത്രമല്ലല്ലോ ഫ്യൂൽ കൺസംപ്ഷൻ എന്ന് പറയുന്നത്. സോ 1 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല ഒരു ദിവസം ഒരു കപ്പൽ ഓടുന്നു. മാത്രം ഈ കാർഗോയിലാണെങ്കിൽ അത്രമാത്രം ലോഡ് കയറ്റി കൊണ്ടുപോയാലല്ലേ ഇത്. അത്രയും ഇപ്പൊ പറയാം, 1.5 ലക്ഷം ടണ്ണ് അയണോർ ആയിരിക്കും വലിച്ചുകൊണ്ട് പോകുന്ന കപ്പൽ. അറ്റ് എ ടൈം 1.5 ലക്ഷം ടണ്ണ് കയറുമ്പോൾ ആ കപ്പൽ അത്രയും വെള്ളത്തിൽ താന്ന് കിടക്കാം. അത്രയും വെയിറ്റ് കപ്പൽ എൻജിൻ അതിനെ കൊണ്ടുപോകണമെങ്കിൽ മൂവ് ചെയ്യണമെങ്കിൽ ചെറിയ കാര്യമല്ലല്ലോ. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനപ്പുറമാണ്. തീർച്ചയായിട്ടും ഒരു ഭാരമുള്ള ലോറി നമുക്കറിയാം ഒരു കപ്പലിന്റെ അവസ്ഥ എന്തായിരിക്കും. അത്രയും ലോഡ് ഉണ്ട്. ഇപ്പൊ റീസെന്റ് നമുക്കിവിടെ 2 അപകടം ഉണ്ടായി. അപകടം ഉണ്ടായപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ച് എങ്ങോട്ടിറങ്ങി ഓടുന്നു കപ്പലിൽ നിന്ന്. കാരണം നമുക്ക് വേറെ എന്തായാലും എങ്ങോട്ടിറങ്ങി ഓടാം. ഇവൻ ട്രെയിനാണെങ്കിൽ പോലും ഈ പ്ലെയിൻ്റെ കേസ് പോലെ തന്നെയാണ് കപ്പലിൻ്റെ കേസ്. എങ്ങോട്ടിറങ്ങി ഓടുമെന്നാണ്. എങ്ങോട്ടിറങ്ങി ഓടാൻ പറ്റില്ല. പക്ഷേ ഫ്ലൈറ്റിനെ സംബന്ധിച്ച് കപ്പലിനെ സംബന്ധിച്ച് കുറച്ചും കൂടെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു വശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കപ്പലിൽ ലൈഫ് ബോട്ടുകളുണ്ട്, അതുപോലെ നമുക്ക് രക്ഷപ്പെടാനുള്ള കുറേ ലൈഫ് റാഫ്റ്റുകളുണ്ട്. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫ്ലൈറ്റിനെ സംബന്ധിച്ച് മേളിൽ നിന്ന് കഴിഞ്ഞു. ഞാനങ്ങനെ ചോദിക്കാൻ കാരണം, ഇപ്പോൾ റീസെൻ്റ്ലി നമുക്കിവിടെ ഒരു കപ്പലിനെ തീ പിടിച്ചപ്പോൾ റിപ്പോർട്ട്സ് പ്രകാരം കുറേ തൊഴിലാളികൾ ലോവർ ഡെക്കിലായിരുന്നു. ഈ അപ്പറിലാണ് തീ പിടിക്കുന്നത്. അപ്പോൾ ഇവർക്കൊരു മുകളിലേക്ക് വരാൻ കഴിയില്ലല്ലോ. ഇല്ല. ഈ റിപ്പോർട്ട് പ്രകാരം ലോവർ ഡെക്കിലായിരുന്നു എന്ന് പറയുന്നത്, എഞ്ചിൻ റൂം എന്ന് പറയുന്നത് കപ്പലിന് അടിയിലാണ്, കപ്പലിൻ്റെ ഡെക്കിലല്ല, അക്കോമഡേഷനിലല്ല. അപ്പോൾ അവരെല്ലാം അതിൽ കണക്കാക്കാം. അതുപോലെ തന്നെ ഒരിപ്പം കണ്ടെയ്നർ കപ്പലിനാണ് തീ പിടിച്ചിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ ഇത് പറയാൻ ഞാനാളല്ല. കാരണം ഞാൻ കണ്ടെയ്നർ കപ്പൽ സെയിൽ ചെയ്തുള്ള എക്സ്പീരിയൻസ് എനിക്കില്ലായിരുന്നു. സോ അങ്ങനെ പറയുമ്പോൾ എനിക്ക് അതിനെപ്പറ്റി ഐഡിയ ഇല്ല. പക്ഷേ ഇപ്പം ഞാൻ ഇരിക്കുന്നത് കണ്ടെയ്നറിൽ നിന്നാണ് വന്നത്. ആദ്യമായിട്ട് ഞാൻ കണ്ടെയ്നർ കപ്പലിലേക്ക് പോയി. അത് പോയത് മറ്റൊന്നും കൊണ്ടല്ല, ഇത് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോകുന്നത്. കാരണം ഞാൻ ഇതിനു മുമ്പ് എണ്ണക്കപ്പൽ സെയിൽ ചെയ്തു, ബൾക്ക് കാരിയർ കപ്പലിൽ സെയിൽ ചെയ്തു. കണ്ടെയ്നർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ കണ്ടെയ്നറിലേക്ക് പോകണമെന്നും പറഞ്ഞ് കമ്പനിയോട് റിക്വസ്റ്റ് ചെയ്ത് എനിക്ക് അവർ കണ്ടെയ്നർ തന്നു. കാരണം എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളൊരു കാര്യം ഇപ്പം എന്നോട് ഇപ്പോൾ MSCയെ പറ്റിയിട്ടും വിഴിഞ്ഞം പോർട്ടിനെ പറ്റിയിട്ടൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. സോ എനിക്ക് കണ്ടെയ്നറിനകത്ത് നടക്കുന്ന കാർഗോ ഓപ്പറേഷൻസും അതിൻ്റെ അകത്ത് നടക്കുന്ന എന്തെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് ഓപ്പൺ ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. സോ ഇപ്പോൾ അത് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത്, കണ്ടെയ്നർ കപ്പലിനെ സംബന്ധിച്ച്
ഒരുപാട് അതായത് ഈ പൊട്ടിത്തെറിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഞാൻ എൻ്റെ കപ്പലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോയ കപ്പൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് സെയിൽ ചെയ്യുന്ന കപ്പലാണ്. ഇന്ത്യയിൽ നിന്നും സാധനങ്ങൾ കയറ്റി കൂടുതൽ അമേരിക്കയിൽ ഇറക്കി, അമേരിക്കൻ സാധനങ്ങൾ കയറ്റി ഇന്ത്യയിൽ ഇറക്കുന്നു. അപ്പോൾ അതിൽ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള കാർഗോസ്, കെമിക്കൽസ്, ഗ്യാസ്, പൊട്ടിത്തെറിക്കാൻ അതുപോലെ അപകടമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ അമേരിക്കയിൽ നിന്ന് കയറ്റി അത് വെച്ചിരിക്കുന്നത് എവിടെയാണെന്ന് പറയാം, കപ്പലിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മൾ താമസിക്കുന്നത് ബാക്കിലാണെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ കൂടുതൽ ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള കാർഗോസ് കൊണ്ടുപോകില്ല. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ കപ്പലിൻ്റെ മുൻഭാഗത്തേക്കായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ കപ്പലിൽ ഇങ്ങനെ ഒരു പൊട്ടിത്തെറി, അത് മാത്രമല്ല അതിന് 2 റീസൺസ് ഉണ്ട്. ഒന്ന്, എന്തെങ്കിലും ഒരു റിയാക്ഷനാൽ ഇത് ചിലപ്പം പൊട്ടിയതാകാം. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നീടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റീഫർ കണ്ടെയ്നർ എന്ന് പറയും. റീഫർ കണ്ടെയ്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജ് അതുപോലെ തന്നെ -18 -20 ഡിഗ്രിയിലൊക്കെ ഒരു സാധനത്തിനെ ഫ്രോസൺ ആയി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കണ്ടെയ്നറിൻ്റെ പേരാണ് റീഫർ കണ്ടെയ്നർ. അപ്പോൾ ഈ റീഫർ കണ്ടെയ്നർ നമ്മൾ പിന്നെ ഇലക്ട്രിക്കലാണത്. അപ്പോൾ ഇലക്ട്രിക്കൽ നമ്മുടെ കപ്പലിൻ്റെ തന്നെ സോക്കറ്റിലാണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു ലൈനിൽ അല്ല ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ അതിൻ്റെ മോട്ടറിനുള്ളിലോ റീഫർ കണ്ടെയ്നറിനുള്ളിൽ വന്നിരിക്കുന്ന എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് മൂലം തീ പിടിച്ചതാവാം, അങ്ങനെ അത് പൊട്ടിത്തെറിച്ചതാവാം. അപ്പോൾ കണ്ടെയ്നർ കപ്പലിൽ തീ പിടിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്, സാധ്യതകൾ ഒരുപാടുണ്ട്. ഒന്ന് ഗുഡ്സ്, 2 റീഫർ കണ്ടെയ്നറുകൾ, ഷോർട്ട് കട്ട്. അത് മാത്രമല്ല കപ്പലിൽ ഒരുപാട് സ്ഥലങ്ങളിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഇലക്ട്രിക്കൽ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഷോർട്ട് സർക്യൂട്ട് ചെറിയൊരു തീ ചിലപ്പോൾ വലിയൊരു തീയായി മാറാൻ വലിയ സമയങ്ങളൊന്നും വേണ്ടില്ല. ഇതിൻ്റെ വേറെ വിഷയം, കണ്ടെയ്നർ കപ്പലിൽ അങ്ങനെ ഒരു തീ പിടിച്ചാൽ ഇത് അണയ്ക്കാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. അതായത് കണ്ടെയ്നർ എന്ന് പറയുന്നത് ഓരോ ബേ ആണ്. നമുക്ക് ഇവിടെ നിന്ന് നമ്മളൊരാളെ വിളിച്ച് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് നമ്മുടെ ശബ്ദം കേൾക്കാൻ കഴിയില്ല. അതാണ് ആ കപ്പലിൻ്റെ പ്രത്യേകത. ഒരു സൈഡിൽ നിൽക്കുന്ന ഒരാൾ അലച്ചാൽ പോലും മറ്റു സൈഡിൽ നിൽക്കുന്ന ആൾക്ക് കേൾക്കാൻ കഴിയാത്ത അത്ര വലിയ കപ്പലുകളാണുള്ളത്. അപ്പോൾ ഇതിനുള്ളിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ ഇതിനെ അണയ്ക്കുക എന്ന് പറയുന്ന ഒരു സംഭവം വളരെ റിസ്ക്കാണ്. ഒന്ന്, ഏത് സമയത്തും വീണ്ടും ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കാം. 2, നമുക്ക് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ കൂടെ ആയിരിക്കും ഇത് ഫയർ ഫൈറ്റിങ്ങിന് നമ്മൾ ഇതുമായിട്ട് പോകേണ്ടത്. അതേ സമയത്ത് ബൾക്ക് കാരിയർ പോലത്തെ കപ്പലാണെങ്കിൽ ഓപ്പൺ ഏരിയ ആയിരിക്കും. സോ അവിടെ ഒരു കപ്പലിൽ എവിടെ തീ പിടിച്ചത് നമുക്ക് ബാക്കിൽ നിന്നുകൊണ്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അവിടെ വെച്ച് തന്നെ നമുക്ക് അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുത്ത് അതിന് വേണ്ട പ്ലാൻ ഉണ്ടാക്കി നമുക്ക് ആ ഒരു തീ അണയ്ക്കാൻ പറ്റും. കണ്ടെയ്നറിനെ സംബന്ധിച്ച് തീയുടെ പുകയല്ലാണ്ട് അത് എവിടെ നിന്ന് വന്നു എന്ന് പോലും ആ സമയത്ത് നമുക്ക്, അതായത് 4 സൈഡും അടഞ്ഞിരിക്കുന്ന പോലെ ഒരു സമയങ്ങളിൽ നമ്മൾ പെട്ടുപോകും. കയറിയ ഒരാൾക്ക് പെട്ടെന്ന് തിരിച്ചിറങ്ങുക എന്നുള്ള കാര്യവും ബുദ്ധിമുട്ടായിരിക്കും കണ്ടെയ്നറെ. ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ ഇപ്പം ഞാൻ കണ്ടെയ്നർ സെയിൽ ചെയ്ത് വന്നുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റുന്നത്, കണ്ടെയ്നറിൽ തീ പിടിച്ചാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ബൾക്ക് പോലല്ല, കണ്ടുപിടിക്കാനേ പറ്റില്ല. ഇല്ല, വളരെ പ്രശ്നമായി സംഭവിച്ചതാണ്. ഇവിടെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? കണ്ടെയ്നറിൻ്റെ അകത്തുള്ളിൽ എന്താ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം നമുക്കറിയില്ല കണ്ടെയ്നറിൻ്റെ ബോക്സിനകത്ത് എന്താണെന്ന് കൊണ്ടുവന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. ഞങ്ങൾ ഇന്ത്യയിൽ നിന്നും ലോഡ് കയറ്റി അമേരിക്കയിലേക്ക് യാത്ര ചെയ്യാം. ലോഡ് കയറ്റി ഒരു 7 ദിവസം കഴിഞ്ഞപ്പം കപ്പലിൻ്റെ ഏറ്റവും സൈഡിൽ വെച്ചിരുന്ന കണ്ടെയ്നർ ക്രാക്കായി. ക്രാക്കായെന്ന് വെച്ചാൽ അത് വളരെ പഴകിയ ഒരു കണ്ടെയ്നർ ആയിരുന്നു, ഒന്നാമത്തെ കാര്യം. അപ്പോൾ അത് ഇരിക്കുന്ന ആ ബേസിൻ്റെ അവിടെ ഒരു ക്രാക്ക് വീണു. അപ്പോൾ എന്ത് പറ്റും, സൗത്ത് ആഫ്രിക്ക കഴിയുന്നതോടുകൂടി റോളിങ് തുടങ്ങി. കപ്പൽ ഇങ്ങനെ ആടാൻ തുടങ്ങി. സോ ആടാൻ തുടങ്ങുമ്പോൾ ഈ കണ്ടെയ്നർ ഏറ്റവും ലാസ്റ്റിലെത്തിയ ഒരു കണ്ടെയ്നർ വീണ് കഴിഞ്ഞാൽ പിന്നീട് നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പടത്തിലൊക്കെ കണ്ടിട്ടുണ്ട്, അതായിരിക്കും. അപ്പം എന്ത് ചെയ്തു, നമുക്കപ്പം ഇത് വെൽഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഫിക്സ് ചെയ്യണമെങ്കിൽ ഇതിനുള്ളിൽ എന്താണെന്നറിയണം. ഇതിപ്പോൾ എക്സാമ്പിൾ നമുക്ക് അതിനുള്ളിൽ പൊട്ടിത്തെറിക്കുന്ന അല്ല വേറെ രീതിയിലുള്ള ഒരു കാർഗോ ആണ് കൊണ്ടുപോകുന്നതെങ്കിൽ നമുക്ക് അവിടെ വെൽഡിങ് പാടില്ല. സോ നമ്മൾ കമ്പനിക്ക് മെയിൽ അയച്ചു, എന്താണ് അതിലുള്ളത്. അപ്പോൾ അവിടുന്ന് വന്നത് ടീ ബാഗാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അതേപോലെ ഒരു 7 കണ്ടെയ്നർ നിറച്ച് ഇന്ത്യയിൽ നിന്നും തേയിലയാണ് അമേരിക്കയിൽ കൊണ്ടുവന്നത്. അപ്പോൾ ടീ ബാഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെർമിഷൻ കിട്ടി, അത് നമുക്ക് വേണമെങ്കിൽ ടൈറ്റ് ചെയ്യുന്നതോ ചെറിയൊരു വെൽഡ് ചെയ്യുന്നതോ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊരു പെർമിഷൻ കിട്ടി. അങ്ങനെ മാത്രമാണ് കണ്ടെയ്നറിനുള്ളിൽ എന്താണെന്ന് കപ്പൽ ജീവനക്കാർക്ക് അറിയാൻ പറ്റുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞ പോലെ തന്നെ ഈ റീഫർ കണ്ടെയ്നറിൻ്റെ അകത്ത് കൊണ്ടുപോകുന്ന ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പം ഞാൻ ആ വീഡിയോ ഇട്ടത് ഞാൻ പറഞ്ഞത് 100 കണ്ടെയ്നർ നിറച്ച് മരുന്ന് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അതിനടി വന്ന കമൻറ്റ് അനുസരിച്ച് ചോദിക്കുന്നത് ഒരു കപ്പലിൻ്റെ ക്രൂവിനും കണ്ടെയ്നറിനുള്ളിൽ എന്തെന്ന് അറിയാൻ പറ്റില്ല എന്നാണ്. പക്ഷെ അറിയാൻ പറ്റുന്നത് ഈ റീഫർ കണ്ടെയ്നറിൻ്റെ അകത്ത് കൊണ്ടുപോകുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് ഉണ്ട്. എന്നെ സംബന്ധിച്ച് 130 കണ്ടെയ്നർ ഉണ്ട്. അതിൽ 110 കണ്ടെയ്നർ നിറച്ച് മരുന്ന്, ബാക്കി 20 കണ്ടെയ്നറിൻ്റെ അകത്ത് കൊണ്ടുപോയ സമൂസ, ക്രാബ്, ഞണ്ട്, ചോക്ലേറ്റ്സ്, ചീസ്,
ബാക്കിയുള്ള 110 കണ്ടെയ്നർ നിറച്ച് മരുന്ന്, പാരസെറ്റാമോൾ, ഇൻസുലിൻ, സിറിഞ്ച്, അതുപോലെ സർജിക്കൽ എക്യുപ്മെൻറ്റ്സ്, ഈ സാധനങ്ങളുടെയൊക്കെ ലിസ്റ്റ് നമുക്ക് വരും. കാരണം അത് നമുക്കറിയണം അതിനുള്ളിൽ എന്താണെന്ന്. അത് ഞാൻ ഇറങ്ങുന്ന ആ ഒരു 2-3 മാസം മൊത്തം അതിൻ്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയെന്നുള്ള ലിസ്റ്റും ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. വിഷ്ണുവിൻ്റെ അനുഭവങ്ങൾ ഭാവി തലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ടാവട്ടെ. കടൽ യാത്രയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും. അടുത്ത ഭാഗത്തിൽ ഈ അനുഭവം തുടരുന്നതാണ്.